പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ നന്ദുവാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തരും ചെയ്യണേ. കോട്ടയ്ക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ ആയിട്ടുണ്ട്. മുത്തങ്ങ കയറിക്കൊണ്ടിരിക്കുകയാണ്. മുതലാളിയും അരുണനും ഒക്കെ ഉണ്ട്, ഫ്രണ്ട് ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. മുത്തങ്ങ അങ്ങോട്ട് പോകുന്നത് വഴിയിലുള്ള. പിന്നെ ഞാൻ ഇനിയിപ്പം പോയിട്ട് വയനാട് ചുരം എത്തുന്ന അവിടുത്തെയാണ് എടുത്തത്. പിന്നെ ഇതിപ്പം വയനാട് ചുരമായിട്ടുണ്ട്. വയനാട് ചുരം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ല കോടമഞ്ഞാണ്. നല്ല കോടമഞ്ഞ് ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ ചുരം ഇറങ്ങിയപ്പം ഫുള്ളും കോടമഞ്ഞ് തന്നെയായിരുന്നു. അങ്ങനെ ചുരം ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ കോട്ടയ്ക്കൽ എന്നിട്ട് നേരെ അങ്ങ് നാട്ടിലേക്ക് പോവാണ്. അരുണൻ വണ്ടിയായിട്ട് അങ്ങ് നാട്ടിൽ വരും. ഞാനും മുതലാളിയും കൂടെ അങ്ങ് പോയിട്ട് ഞാൻ വീട്ടിലോട്ട് പോകും. ചുരം ഇറങ്ങുന്നതിൻ്റെ കവാടം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഫുള്ള് താഴോട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ്. പിന്നെ അങ്ങനെ അരുണൻ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വണ്ടി ഇങ്ങ് കൊണ്ടുവന്നിട്ട് അരുണൻ വീട്ടിലോട്ട് പോയി. വണ്ടി ഫുള്ള് കഴുകി വൃത്തിയാക്കി ഞാനങ്ങനെ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കുണ്ട്ര എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത് KSEBിയുടെ ലൈൻ കമ്പികളാണ്. അതായത് സ്ക്രാപ്പാണിത്. സ്ക്രാപ്പ് ഇവിടെ ലേലത്തിന് എടുത്തിട്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിവിടുന്ന് ലോഡൊക്കെ കയറ്റി. അരുണൻ വന്നില്ല, ഞാൻ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ. അരുണൻ അങ്ങ് പോകുന്ന വഴിക്ക് കയറിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുണ്ട്ര ടു പൊള്ളാച്ചി 11,000 രൂപയാണ് വാടക പറഞ്ഞത്. അതിനകത്ത് കമ്മീഷനുണ്ട്. ഏജൻറ്റിൻ്റെ കമ്മീഷൻ 500 രൂപയും പോയിട്ട് 11,500 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ കുറവാണ് വാടക എന്നാണ് മുതലാളി പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇതിപ്പം ഞങ്ങളിപ്പം പാലക്കാട് എത്താറായി. ഈ വണ്ടിയിലിരിക്കുന്ന 10 ടണ്ണിൻ്റെ ബില്ലെന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപയുടെ ബില്ലാണ് ഉള്ളത്. അതായത് 25 ലക്ഷം രൂപയുടെ സ്ക്രാപ്പുണ്ട്. ഇത് ഒരു കിലോയ്ക്ക് 240 രൂപ വെച്ചാണ് ഇത് തമിഴ്നാട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത്. 249 രൂപ വെച്ച്. അങ്ങനെ കറക്റ്റ് 25 ലക്ഷം രൂപയുടെ സാധനം വണ്ടിക്കകത്തിരിപ്പുണ്ട്. ഇതിപ്പം നമ്മൾ കൊല്ലങ്കോട് എത്തിയിട്ടുണ്ട്. വളരെയധികം ഭംഗിയുള്ളൊരു സ്ഥലമാണ് കൊല്ലങ്കോട്. വീഡിയോ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിങ്ങ് വിട്ടു പോകുന്നതാണ്. അങ്ങനെ നമ്മൾ അലൂമിനിയം സ്ക്രാപ്പ് കൊടുക്കുന്ന കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടാണ് ഫുള്ള് ഇറക്കിയിടുന്നത്. ഇറക്കിയിട്ടിട്ട് ഈ അലൂമിനിയം സ്ക്രാപ്പ് നേരെ ഇവരെടുത്തുകൊണ്ട് പോയിട്ട് അകത്തോട്ട് കൊണ്ടുപോകും. അകത്തോട്ട് ഈ കാണുന്ന ഇതിനകത്തോട്ട് ഇട്ട് അങ്ങ് ഉരുക്കുകയാണ്. ഫുള്ള് അങ്ങ് ഉരുക്കണം. ഇവിടെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതിഭയങ്കരമായ ചൂടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടാണ്. ഇത് ഫുള്ള് കൊണ്ടുകൊണ്ട് അങ്ങോട്ട് തട്ടി അങ്ങ് ഉരുക്കി ഓരോരോ ബാറുകളായിട്ട് പുറത്തോട്ട് കൊണ്ടുവരും. അതായത് വലിയ നീളമുള്ള നല്ല വെയിറ്റുള്ള ബാറുകളായിട്ട്, വലിയ ബാറുകളായിട്ട് ഉരുക്കി പുറത്തോട്ട് വരും. ഈ അലൂമിനിയം ഉരുക്കി വരുന്നത് ഇതിലേ ഇങ്ങനെ വന്നിട്ട് പയ്യൻ നിൽക്കുന്ന അതിലേ കൂടി താഴെ വന്നിട്ട് അതിനകത്തൊരു ഓസ് പോലെ ഉണ്ട്. അതിനകത്ത് വലിയ ഇത് ഈ ഒരു പരുവത്തി ഈ കിടക്കുന്നതാണ് ബാറുകൾ. ഈ കിടക്കുന്ന ഇത്രയും നീളത്തിലുള്ള വലിയ വെയിറ്റുള്ള ബാറുകളാണ്. ഇത് ഇവിടുന്ന് ഫുള്ള് തൂക്കി എടുത്തിട്ട് ഇവർ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകും. ഇത് തൊട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ബാറുകൾ ഇതിനകത്ത് ഈ കാണുന്ന വലിയ മെഷീനകത്തോട്ട് കയറ്റി വിട്ടിട്ട് പിന്നീടും ഇവർ ഉരുക്കുവാണെന്ന് തോന്നുന്നു. പിന്നീടും ഇത് ഉരുക്കിയിട്ട് പല പല അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പല പല ഐറ്റങ്ങൾ, ഈ ചാക്കിലൊക്കെ കെട്ടി വെച്ചേക്കുന്ന ഐറ്റങ്ങളാണ്. ഈ ഒരു കാണുന്ന ട്യൂബുകളെല്ലാം അങ്ങനെ ഉരുക്കി പിന്നീട് ഉണ്ടാക്കി എടുത്തിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ലോഡ് ഇതുവരെ ഇറക്കി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ലോഡ് ഇറക്കിക്കാണ്ടിരിക്കുന്നേ ഉള്ളൂ അവരിപ്പോഴും. പിന്നെ നമുക്കിവിടുന്ന് ലോഡൊന്നുമില്ല. നമുക്കിനി അടുത്ത ലോഡ് ഒന്നും ആയിട്ടുമില്ല. ഇത് ഇറക്കി കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് ആണ്. പല ഏജൻറ്റുകളെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ട്രിപ്പൊന്നും ആയിട്ടില്ല. അങ്ങനെ മിക്കവാറും ഇന്നിനി ആവത്തുമില്ല. ഇന്നിപ്പം വൈകിട്ട് ആവാറായി. ഇനിയിപ്പം നാളത്തേക്ക് നോക്കിയാൽ മതി ട്രിപ്പ്. പൊള്ളാച്ചി മാർക്കറ്റുണ്ട്, ലോറി മാർക്കറ്റുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് കിട്ടും. അവിടെ പോയി കിടക്കാനാണ് വിചാരം. അങ്ങനെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ വന്ന് നല്ല 2 ദോശയും ഇത്തിരി ചമ്മന്തിയും ഇച്ചിരി സാമ്പാറും കൂട്ടി എന്തായാലും 2 ദോശ അങ്ങ് കഴിച്ചു. അങ്ങനെ നമുക്ക് രാവിലെ തന്നെ ഒരു ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് പൊള്ളാച്ചിയിൽ നിന്ന് ഭുവനേശ്വർ കൊണ്ടുപോകേണ്ട ഐറ്റം ഡോറാണ്. സ്റ്റീൽ ഡോറുമായിട്ട് ഭുവനേശ്വർ വരെയാണ് പോകേണ്ടത്. അപ്പോൾ ഇനി ഭുവനേശ്വറിലോട്ടുള്ള യാത്രയിൽ കാണാം. ബൈ.